ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലുമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവസം 99. ഹെബ്രായർ 12-13 അധ്യായങ്ങളും യാക്കോബ് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളാണ് നാം ഇന്ന് വായിക്കുന്നത്. ഹെബ്രായർ അധ്യായം 12. പിതൃസൃഷ്ടണം. അതിനാൽ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ കൂട്ടമുള്ളതിനാൽ സർവഭാരവും നമ്മെ കൊടുക്കുന്ന പാവവും നമുക്ക് നീക്കിക്കളയാം. നമ്മുടെ മുൻപിലുള്ള ഈ ഓട്ടം സഹനശക്തിയോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അത് പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കൊണ്ടുവേണം നാം ഓടാൻ. അവൻ തന്റെ മുമ്പിലുണ്ടായിരുന്ന സന്തോഷത്തിന്റെ സ്ഥാനത്ത് അവമാനം വഹിക്കാതെ കുരിശ് സഹനശക്തിയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി പാപികളിൽ നിന്ന് തനിക്കെതിരെ ഇത്രയധികം എതിർപ്പുകൾ സഹിച്ചവനെ കുറിച്ച് ചിന്തിക്കുവിൻ. പാപത്തിനെതിരായുള്ള പോരാട്ടത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എന്റെ മകനെ, കർത്താവിന്റെ ശിക്ഷണം നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധനാകുകയുമരുത്. കാരണം താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവനെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവ് ശിക്ഷിക്കാത്ത ഏതു മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്ധികളാണ്. ഇതിനു പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ശാരീരിക പിതാക്കന്മാരുണ്ടായിരുന്നു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരാണ്ടാകുന്നും ജീവിക്കേണ്ടതുമല്ലേ? അവർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു സമയം നമ്മെ പരിശീലിപ്പിക്കുന്നു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുചേരുന്നതിന് വേണ്ടിയാണ്. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് പിന്നീട് നീതിയുടെ സമാധാനപൂർവമായ ഫലം തിരിച്ചു കിട്ടുന്നു. അതിനാൽ ദുർബലമായ കൈകളും തളർന്ന കാലുകളും ശക്തിപ്പെടുത്തുവിൻ. മുടന്നുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴികൾ ഒരുക്കുവിൻ. ദൈവകൃപ നിരസിച്ചാൽ എല്ലാവരുമായി സമാധാനവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ ദർശിക്കുകയില്ല. ആരും ദൈവകൃപയിൽ കുറവുള്ളവരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. കയ്പിന്റെ വേര് വളർന്ന് ശല്യം ചെയ്യാതിരിക്കാനും അതുവഴി അനേകർ ദുഷിക്കപ്പെടാതിരിക്കാനും സൂക്ഷിക്കുവിൻ. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അനുഗ്രഹം അവകാശപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. യാതനയോടെ പ്രയത്നിച്ച് അവൻ അത് നേടിയെങ്കിലും മാനസാന്തരത്തിന് ഇടം കണ്ടെത്തിയില്ല. നിങ്ങൾ സമീപിക്കുന്നത് സ്പർശിക്കാവുന്ന ഒന്നിനെയോ, എരിയുന്ന അഗ്നിയെയോ, അന്ധകാരത്തെയോ, കാർമേഹത്തെയോ, ചുഴലിക്കാറ്റിനെയോ, കാഹളധ്വനിയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ ശബ്ദത്തെയോ അല്ല. മലയെ സ്പർശിക്കുന്നത് ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലെറിയണം എന്ന കൽപ്പന അവർക്ക് ദുസ്സഹമായിരുന്നു. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു ആ കാഴ്ച. എന്നാൽ നിങ്ങൾ വന്നിരിക്കുന്നത് സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതവൃന്ദങ്ങളിലേക്കും സാഘോഷ സദസ്സിലേക്കും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിലേക്കും ആബേലിന്റേതിനേക്കാൾ ശ്രേഷ്ഠമായി സംസാരിക്കുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക അതിലും കൂടുതൽ പ്രയാസകരമാണ്. അന്ന് അവന്റെ സ്വരം ഭൂമിയെ ഇളക്കി. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനിയും ഒരിക്കൽ കൂടി എന്നത് സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നാണ്. ഇളക്കപ്പെടാതിരിക്കേണ്ടവ നിലനിൽക്കാൻ വേണ്ടിയാണത്. ആകയാൽ സുസ്ഥിരമായ ഒരു രാജ്യം ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് കൃതജ്ഞതയുള്ളവരായിരിക്കാം. അങ്ങനെ ഭയഭക്ത്യാദരങ്ങളോടെ ദൈവത്തിന് സ്വീകാര്യമായ വിധം ആരാധന അർപ്പിക്കാം. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഹെബ്രായർ അധ്യായം 13. ഉപദേശങ്ങൾ. സഹോദര സ്നേഹം നിലനിൽക്കട്ടെ. ആതിഥ്യ മര്യാദ മറക്കരുത്. അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട്. തടവുകാരനോട് നിങ്ങളും അവരോടൊപ്പം തടവിലായിരുന്നല്ലെന്ന പോലെ പെരുമാറുവിൻ. നിങ്ങൾക്കും
ഒരു ശരീരമുള്ളത് കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവനോട് പരിഗണന കാണിക്കുവിൻ. എല്ലാവരുടെ മേൽ വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. മണമറ മലിനമാകാതിരിക്കാൻ, കാരണം അസന്മാർഗികളുടെയും വ്യഭിചാരികളുടെയും വിധിയാളനായിരിക്കും ദൈവം. നിങ്ങളുടെ ജീവിതം ദിവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യം കൂട്ടാം. കർത്താവാണ് എന്റെ സഹായി, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപയാൽ ഹൃദയത്തെ ശക്തമാക്കുന്നതിനാണ് ഉചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനം ലഭിക്കുന്നില്ല. നമുക്കൊരു ബലിപീഠമുണ്ട്, അതിൽ നിന്ന് ഭക്ഷിക്കാൻ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവകാശമില്ല. പ്രധാന പുരോഹിതൻ പാപപരിഹാരത്തിന് മൃഗങ്ങളുടെ രക്തം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവയുടെ ഉടൽ പാളയത്തിന് പുറത്തുവച്ച് ദഹിപ്പിക്കപ്പെടുന്നു. ആകയാൽ സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തുവച്ച് സഹിച്ചു. അതിനാൽ അവന് വേണ്ടി അവമാനം സഹിച്ചുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്ത് അവന്റെ അടുത്തേക്ക് പോകാം. എന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമല്ല, വരാനുള്ള നഗരമാണല്ലോ നാം അന്വേഷിക്കുന്നത്. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവന്റെ നാമം ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. നന്മ ചെയ്താലും പങ്കുവയ്ക്കലും പരിഗണിക്കണം, കാരണം അത്തരം ബലികളിൽ ദൈവം സംപ്രീതനാകുന്നു. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് കാവലിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. അങ്ങനെ അവർ സന്തോഷപൂർവ്വം നെടുവീർപ്പൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, കാരണം എല്ലാ കാര്യങ്ങളിലും മാന്യമായി പെരുമാറുന്നത് ആഗ്രഹിക്കുന്ന നല്ല മനസ്സാക്ഷിയാണ് ഞങ്ങളുടെ എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുന്നതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വിശേഷാൽ ഞാൻ അപേക്ഷിക്കുന്നു. ആശംസകൾ. ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചു ഉയർപ്പിച്ച സമാധാനത്തിന് ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളുകൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ. അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഹിതം അവിടത്തേക്ക് പ്രീതികരമായത് നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കട്ടെ. അവന് എന്നുമെന്നേക്കും മഹത്വം. ആമേൻ. സഹോദരരെ, ഞാൻ നിങ്ങൾക്ക് ചുരുക്കി എഴുതിയിരിക്കുന്ന ഈ ആശ്വാസവചനം ക്ഷമയോടെ സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമ്മുടെ സഹോദരൻ തിമത്യോസ് മോചിപ്പിക്കപ്പെട്ടെന്ന് നിങ്ങൾ അറിയുവിൻ. അവൻ വേഗം വന്നാൽ അവനോടൊപ്പം ഞാൻ നിങ്ങളെ കണ്ടുകൊള്ളാം. നിങ്ങളുടെ നേതാക്കന്മാർക്കും എല്ലാ വിശുദ്ധർക്കും അഭിവാദനം പറയുവിൻ. ഇറ്റലിയിൽ നിന്ന് വന്നവർ നിങ്ങൾക്ക് അഭിവാദനം പറയുന്നു. കൃപ നിങ്ങൾ എല്ലാവരുടെ കൂടെ. യാക്കോബ് അധ്യായം 1. അഭിവാദനം. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് അഭിവാദനങ്ങൾ. വിശ്വാസവും ജ്ഞാനവും. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ വീഴുമ്പോൾ നിങ്ങൾ അത് മഹാസന്തോഷമായി കരുതുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സഹനശക്തി ഉളവാക്കും. ഈ സഹനശക്തി പൂർണ്ണഫലം പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമാകട്ടെ. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് യാചിക്കട്ടെ, അവനത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം യാചിക്കാൻ. എന്തെന്നാൽ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്നു, കടൽത്തിരയ്ക്ക് തുല്യനാണ്. അങ്ങനെയുള്ള മനുഷ്യൻ തനിക്ക് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതരുത്. അവൻ സംശയ മനസ്കനും തന്റെ വഴികളിലെല്ലാം ചഞ്ചലചിത്തനുമാണ്. ദാരിദ്ര്യവും സമ്പത്തും. എളിയ സഹോദരൻ പോലും തന്റെ ഉയർച്ചയിൽ അഭിമാനിക്കട്ടെ, എന്നാൽ ധനവനാകട്ടെ തന്റെ താഴ്മയിലും. എന്തെന്നാൽ പുല്ലിന്റെ പൂ പോലെ അവൻ കടന്നുപോകും. സൂര്യൻ ഉഗ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിനെ ഉണക്കിക്കളയുന്നു. അതിന്റെ പൂവ് കൊഴിഞ്ഞു വീഴുന്നു, അതിന്റെ ഭാഗ്യഭംഗി അസ്തമിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ധനികനും തന്റെ തിരക്കുകൾക്കിടയ്ക്ക് മങ്ങി മറഞ്ഞു പോകും. പരീക്ഷകൾ നേരിടുക. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ അനുഗ്രഹീതൻ. എന്തെന്നാൽ അവൻ പരീക്ഷകൾ അതിജീവിച്ച് അംഗീകൃതനാകുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവൻ ലഭിക്കും. പരീക്ഷിക്കപ്പെടുന്ന ഒരുവനും താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയാതിരിക്കട്ടെ. എന്നാൽ തിന്മയാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് ദൈവം. അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ജഡമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ജഡമോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിക്കുന്നു. പാവം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. എന്റെ പ്രിയ സഹോദരരെ, നിങ്ങൾക്ക്
മാർഗഭ്രംശം സംഭവിക്കരുത്. എല്ലാ നല്ല ദാനങ്ങളും എല്ലാ പൂർണ്ണവരങ്ങളും ഉന്നതത്തിൽ നിന്ന് വ്യതിയാനമോ മാറ്റത്തിന്റെ നേരോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. തന്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിന്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. വചനം പാലിക്കുക. എന്റെ പ്രിയ സഹോദരിയെ അറിയുവിൻ, ഏത് വ്യക്തിയും കേൾക്കുന്നതിൽ തിടുക്കമുള്ളവനും സംസാരിക്കുന്നതിൽ മന്ദഗതിക്കാരനും കോപിക്കുന്നതിൽ അമാന്തമുള്ളവനുമായിരിക്കണം. എന്നാൽ മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണയാകുന്നില്ല. ആകയാൽ എല്ലാ ശക്തിയും വർദ്ധിച്ചു വരുന്ന തിന്മയെ ഉപേക്ഷിച്ച് നിങ്ങളിൽ നട്ടിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനം വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശ്യമാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമം. അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമം സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് തന്റെ പ്രവൃത്തിയിൽ അവൻ അനുഗ്രഹീതനാകും. താൻ ദൈവാരാധകനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ദൈവാരാധന വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിനു മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ആരാധന ഇതാണ്. അനാഥരെയും വിധവകളെയും അവരുടെ ഞെരുക്കങ്ങളിൽ സന്ദർശിക്കുക. ലോകത്തിന്റെ കറയേശാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. യാക്കോബ് അധ്യായം 2. പക്ഷഭേദത്തിനെതിരെ. തന്റെ സഹോദരരെ, മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷഭേദം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണമോതിരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുമെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായ വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എന്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങളുടെ വിധികർത്താക്കളാകുകയല്ലേ ചെയ്യുന്നത്. എന്റെ പ്രിയ സഹോദരരെ, ശ്രവിക്കുവിൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരല്ലേ. എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അവമാനിച്ചിരിക്കുന്നു. സമ്പന്നരല്ലേ നിങ്ങളെ ദണ്ഡിപ്പിക്കുന്നത്? അവരിലെ നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്? അവരിലെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ നല്ല നാമം ദുഷിപ്പിക്കുന്നത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വിശുദ്ധ ലേഖനത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ പക്ഷഭേദം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു. നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു. ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും കുറ്റക്കാരനായി തീർന്നിരിക്കുന്നു. എന്തെന്നാൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ തന്നെ കൊല്ലരുതെന്നും കൽപ്പിച്ചിട്ടില്ലേ? നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല്ലുന്നെങ്കിൽ നീ നിയമോല്ലംഘനായിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ നിയമം അനുസരിച്ച് വിധിക്കപ്പെടാനുള്ളവരെ പോലെ നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. കാരണം കാണിക്കാത്തവന്റെ മേൽ കാരണരഹിതമായ വിധിയുണ്ടാകും. കാരണം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. വിശ്വാസവും പ്രവൃത്തിയും. എന്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്തു ഗുണമാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നമായിരിക്കുകയും അനുദിന ഭക്ഷണമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നിവയൊക്കെ അവരുടെ പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അതുപോലെ പ്രവൃത്തികൾ കൂടാതെ വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്നാൽ ഒരുവൻ ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട്. പ്രവൃത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക, ഞാൻ എന്റെ പ്രവൃത്തികളിൽ നിന്ന് വിശ്വാസം നിന്നെ കാണിക്കാം. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. മൂഢനായ മനുഷ്യ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവോ? നമ്മുടെ പിതാവായ അബ്രഹാം പ്രവൃത്തികളാൽ നീതിവൽക്കരിക്കപ്പെട്ടത് തന്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ ബലിയർപ്പിച്ചത് വഴിയല്ലേ? അവന്റെ വിശ്വാസം അവന്റെ പ്രവൃത്തികളോടൊപ്പം വ്യാപരിച്ചുവെന്നും വിശ്വാസം പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന ലിഖിതം നിറവേറി. അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യൻ നീതിവൽക്കരിക്കപ്പെടുന്നത് പ്രവൃത്തികളാലാണ്, വിശ്വാസം കൊണ്ട് മാത്രമല്ലെന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ റാഹാബ് എന്ന വേശ്യ ദൂതന്മാരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തേക്ക് അയക്കുകയും ചെയ്ത പ്രവൃത്തികൾ മൂലമല്ലേ നീതിവൽക്കരിക്കപ്പെട്ടത്? ആത്മാവില്ലാതെ ശരീരം മൃതമായിരിക്കുന്ന പോലെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം മൃതമാണ്. യാക്കോബ് അധ്യായം 3. നാവിന്റെ ദുരുപയോഗം. എന്റെ സഹോദരരെ, നിങ്ങൾ അധികം പേർ പ്രബോധരാകരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധി നമുക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കുവിൻ.
നാം എല്ലാവരും പലവിധത്തിൽ തെന്നി വീഴുന്നു. ആരെങ്കിലും സംസാരത്തിൽ തെന്നി വീഴുന്നില്ലെങ്കിൽ തന്റെ ശരീരം മുഴുവൻ തന്നെയും നിയന്ത്രിക്കാൻ കഴിയുന്ന പൂർണ്ണനായ മനുഷ്യനാണ് അവൻ. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരകളുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ അവയുടെ ശരീരം മുഴുവൻ നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ തിരിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ഒരു തീപ്പരി എത്ര വലിയ വനമാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്. ഈ നാവ് നമ്മുടെ അവയവങ്ങളിൽ അനീതിയുടെ ലോകമാണ്. അത് ശരീരം മുഴുവൻ മലിനമാക്കുന്നു. നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഇത് ജീവിതചക്രം ചുട്ടുപഴുപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ മനുഷ്യരിൽ ആർക്കും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മ, മാരകമായ വിഷവുമാണ്. അതുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതുകൊണ്ട് തന്നെ ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എന്റെ സഹോദരരെ, ഇങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല. അരുവി ഒരേ ഉറവിൽ നിന്നും മാധുര്യമുള്ളതും കയ്പുള്ളതും പുറപ്പെടുവിക്കുമോ? എന്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളം മധുരമുള്ളതാക്കാനാകുമോ? യഥാർത്ഥ ജ്ഞാനം. നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി ജ്ഞാനത്തിന്റെ സൗമ്യതയിൽ തന്റെ പ്രവൃത്തികൾ കാണിച്ചു കൊടുക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത്. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടല്ലോ, അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും സൗമ്യവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതും നിഷ്പക്ഷവും നിഷ്കപടവുമാണ്. സമാധാന സ്ഥാപകർ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. യാക്കോബ് അധ്യായം 4. ലൗകിക തൃഷ്ണ. നിങ്ങളുടെ ഇടയിലെ തർക്കങ്ങൾ എവിടെ നിന്ന്? ഏറ്റുമുട്ടലുകൾ എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഭോഗങ്ങളിൽ നിന്നല്ലേ? നിങ്ങൾ മോഹിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു, നിങ്ങൾ യാചിക്കുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. യാചിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തെറ്റായി യാചിക്കപ്പെടുന്നത് കൊണ്ടാണ്. എന്തെന്നാൽ നിങ്ങളുടെ ഭോഗങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനാണ് നിങ്ങൾ യാചിക്കുന്നത്. അബദ്ധസഞ്ചാരികളെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാകുന്നു. നമ്മിൽ കുടിയിരുത്തിയ ആത്മാവിനെ അവിടുന്ന് അസൂയയോടെ പാർത്തിരിക്കുന്നു. എന്ന വിശുദ്ധ ലിഖിതം വ്യത ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അവിടുന്ന് കൂടുതൽ കൃപ ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനീതർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും. ദൈവത്തോട് അടുത്തു വരുവിൻ, അവിടെ നിങ്ങളോടും അടുത്തു വരും. പാവികളെ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ. ചഞ്ചലചിത്തരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുവിൻ. വിലപിക്കുകയും ദുഃഖിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി വിലാവുമായും നിങ്ങളുടെ സന്തോഷം വിഷാദവുമായി മാറട്ടെ. കർത്താവിന് മുമ്പിൽ വിനീതരായിരിക്കുവിൻ, അവിടെ നിങ്ങളെ ഉയർത്തും. സഹോദരനെ വിധിക്കരുത്. സഹോദരെ, നിങ്ങൾ പരസ്പരം ദോഷിച്ച് സംസാരിക്കരുത്. സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു. നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം പാലിക്കുന്നവനല്ല, മറിച്ച് അതിന്റെ ന്യായാധിപനത്രേ. നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനെയുള്ളൂ. അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ്. എന്നാൽ അയക്കാരനെ വിധിക്കാൻ നീ ആരാണ്? ആത്മപ്രശംസ പാടില്ല. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളെ എന്താകും, നിങ്ങളുടെ ജീവിതം എങ്ങനെയാകുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. പകരം നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും ഇതല്ലെങ്കിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളോ ഇപ്പോൾ ധാർഷ്ട്യത്തോടെ ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്. അധ്യായം 4. ലൗകിക തൃഷ്ണ. നിങ്ങളുടെ ഇടയിലെ തർക്കങ്ങൾ എവിടെ നിന്ന്? ഏറ്റുമുട്ടലുകൾ എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഭോഗങ്ങളിൽ നിന്നല്ലേ?
നിങ്ങൾ മോഹിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു, നിങ്ങൾ യാചിക്കുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. യാചിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തെറ്റായി യാചിക്കുന്നത് കൊണ്ടാണ്. എന്തെന്നാൽ നിങ്ങളുടെ ഭോഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനാണ് നിങ്ങൾ യാചിക്കുന്നത്. അബദ്ധസഞ്ചാരികളെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. നമ്മിൽ കുടിയിരുത്തിയ ആത്മാവിനെ അവിടുന്ന് അസൂയോടെ പാർത്തിരിക്കുന്നു എന്ന വിശുദ്ധ ലിഖിതം വ്യത ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അവിടുന്ന് കൂടുതൽ കൃപ ചൊരിയുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനീതർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും. ദൈവത്തോട് അടുത്തു വരുവിൻ, അവിടെ നിങ്ങളോടത്ത് അടുത്തു വരും. പാപികളെ, നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ, ചഞ്ചലചിത്തരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുവിൻ. വിലപിക്കുകയും ദുഃഖിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി വിലാപമായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. കർത്താവിന്റെ മുമ്പിൽ വിനീതരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. സഹോദരനെ വിധിക്കരുത്. സഹോദരരെ, നിങ്ങൾ പരസ്പരം ദോഷിച്ച് സംസാരിക്കരുത്. സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു. നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം പാലിക്കുന്നവനല്ല, മറിച്ച് അതിന്റെ ന്യായാധിപനത്രേ. നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനെയുള്ളൂ, അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ്. എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ്? ആത്മപ്രശംസ പാടില്ല. ഇന്നോ നാളെയോ ഞങ്ങൾ ഈ പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോടൊന്ന് പറയട്ടെ. നാളെ എന്താകും, നിങ്ങളുടെ ജീവിതം എങ്ങനെയാകുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ. പകരം നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും ഇതല്ലെങ്കിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളോ ഇപ്പോൾ ധാർഷ്ട്യത്തോടെ ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവന് അത് പാവമാകുന്നു. യാക്കോബ് അധ്യായം 5. ധനവാന്മാർക്ക് മുന്നറിയിപ്പ്. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളോർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങൾ ചിതലരിച്ചു പോയി, നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസം വിഴുങ്ങും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച് വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവച്ച കൂലിയിത നിലവിളിക്കുന്നു. കൊഴുത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. അവൻ നിങ്ങളെ എതിർത്തുന്നില്ല. കാത്തിരിക്കുവിൻ. സഹോദരരെ, കർത്താവിന്റെ പ്രത്യാഗമനം വരെ ദീർഘക്ഷമയുള്ളവരാകുവിൻ. ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന പോലെ നിങ്ങളും ദീർഘക്ഷമയോടെ കാത്തിരിക്കുവിൻ. ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു. ഇതാ, വിധിക്കപ്പെടാതിരിക്കാൻ സഹോദരരെ, നിങ്ങൾ പരസ്പരം വിരോധത്തോടെ പിറുപിറുക്കരുത്. ഇതാ, ന്യായാധിപൻ വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിന്റെയും ദീർഘക്ഷമയുടെയും ദൃഷ്ടാന്തമായി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇതാ, പീഡ സഹിക്കുന്നവരെ അനുഗ്രഹിതരായി നാം കരുതുന്നു. ജോബിന്റെ സഹനശക്തിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവിന്റെ ലക്ഷ്യം എന്തായിരുന്നെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യമുള്ളവനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ സഹോദരരെ, സർവോപരി നിങ്ങൾ ആണയിടരുത്. സ്വർഗത്തെയും കൊണ്ടും ഭൂമിയെയും കൊണ്ടും മറ്റൊന്നിനെയും കൊണ്ടും അരുത്. ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതേ എന്ന് പറയുമ്പോൾ അതേ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നുമായിരിക്കട്ടെ. രോഗിക്ക് വേണ്ടി പ്രാർത്ഥന. നിങ്ങളുടെ ഇടയിൽ ദുരിതമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ആഹ്ലാദിക്കുന്നവർ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. കർത്താവ് അവനെ ഉയർത്തും. അവൻ പാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാവങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ യാചന ഏറെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഏലിയ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി അതിന്റെ ഫലങ്ങൾ പുറപ്പെടുകയും ചെയ്തു. എന്റെ സഹോദരരെ, നിങ്ങൾ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാവിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാവങ്ങൾ മൂടുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ.